ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായതോടെ പ്രതിരോധം ശക്തമാക്കി. പാലായ്ക്ക് സമീപം രാമൂരം, കരൂർ പഞ്ചായത്തുകളിലാണ് മഞ്ഞപ്പിത്ത ബാധിതരേറെയും. ചക്കാമ്പുഴയിൽ ഓവുചാലിലൂടെ മലിനജലം കുടിവെള്ള സ്രോതസ്സിലെത്തി ഇത് ഉപയോഗിച്ചവർക്കാണ് മഞ്ഞപ്പിത്തം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചക്കാമ്പുഴയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച 9ാം ക്ലാസ്സുകാരൻ സെബിൻ മരിച്ചതോടെയാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്തും വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടത്. 2 പഞ്ചായത്തുകളിലുമായി 22 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതെന്ന് DMO അറിയിച്ചു. 10ഓളം പേർക്ക് രോഗലക്ഷണമുണ്ട്. 2 പഞ്ചായത്തുകളിലെയും കിണറുകളിലെയും പൊതുജല സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തും. വെള്ളം ദിവസവും തുടർ പരിശോധനയ്ക്ക് വിധേയമാക്കും. പൊതു ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ജനങ്ങൾ കൂടുതൽ എത്തുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും ക്ലോറിനേഷൻ നടത്തും. ചക്കാമ്പുഴയിൽ മലിനമായ വെള്ളം കുടിച്ചവരെ വീടുകളിലെത്തി ആരോഗ്യവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്. പലർക്കും രോഗലക്ഷണങ്ങളുണ്ട്. മലിനജലം ഒഴുകിയെത്തിയ സമീപത്തെ കിണറുകളിൽ കോളിഫാം ബാക്ടീരിയ വളരെ കൂടുതലാണെന്നാണ് കണ്ടെത്തിയത്. മഞ്ഞപ്പിത്തം ഭീതി പരത്തിയതോടെ ഹോട്ടലുകൾ, തട്ടുകടകൾ, വഴിയോര കടകൾ, ജ്യൂസ് പാർലറുകൾ എന്നിവിടങ്ങളിൽ വ്യാപക പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഇവിടങ്ങളിലെ വെള്ളം കർശനമായി പരിശോധിക്കാനാണ് നിർദ്ദേശം. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നവ അടച്ചുപൂട്ടും. കൂടാതെ വേനൽ കടുത്തതോടെ ശീതളപാനീയ കച്ചവടവും കൂടി. വഴിയോര കടകളിലെല്ലാം ജ്യൂസും നാരങ്ങ വെള്ളവും മോരും വെള്ളവും ഒക്കെ വിൽപ്പന തകൃതിയിലാണ്. കുലുക്കി സർബത്തും തണ്ണിമത്തനും ജ്യൂസുകളും കുടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളവും ഐസ് ക്യൂബും എത്ര ശുദ്ധമാണെന്ന് അന്വേഷിക്കില്ല. മിക്ക കടകളിലും വെള്ളം ശുദ്ധമല്ല. ഗ്ലാസുകളും പാത്രങ്ങളും നന്നായി കഴുകാറുമില്ല. ഇങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നവരിൽ മഞ്ഞപ്പിത്ത ബാധിതരേറെയാണ്. തട്ടുകടകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. നന്നായി തിളപ്പിക്കാത്ത ചൂടുവെള്ളം അപകടകാരിയാണ്. ഇവിടങ്ങളിൽ പരിശോധനയോ വെള്ളത്തിന്റെ ഗുണനിലവാരമോ വൃത്തിയോ പരിശോധിക്കപ്പെടുന്നില്ല. അംഗീകൃത കുപ്പിവെള്ളം, സോഡ കമ്പനികൾക്കൊപ്പം വ്യാജ പേരിലും ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട്. കരളിനെ ബാധിക്കുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം. ഇതിലെ AE വിഭാഗങ്ങൾ ആഹാരവും കുടിവെള്ളവും വഴി പകരുന്നവയാണ്. BCD വിഭാഗങ്ങൾ അണുബാധയുള്ള രക്തം, ശരീരസ്രവം എന്നിവയിലൂടെ. രോഗലക്ഷണം പ്രത്യക്ഷപ്പെടാൻ AE വിഭാഗങ്ങൾക്ക് 15 ദിവസം മുതൽ 60 ദിവസം വരെയും BCD വിഭാഗങ്ങൾക്ക് 15 ദിവസം മുതൽ 6 മാസം വരെയും സമയമെടുക്കും. കൂടുതൽ കണ്ടുവരുന്നത് കുടിവെള്ളം വഴിയും ആഹാര സാധനങ്ങൾ വഴിയും പകരുന്ന AE വിഭാഗമാണ്. കുഞ്ഞുങ്ങളിൽ ഇത് ഗുരുതരമാവാറില്ലെങ്കിലും പ്രായപൂർത്തിയായവരിൽ പലപ്പോഴും ഗൗരവമാകാറുണ്ട്. ശരീരവേദന, പനി, തലവേദന, ക്ഷീണം, മനംപുരട്ടൽ, ഛർദി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. മൂത്രത്തിനും കണ്ണിനും മറ്റും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടും. സ്വയം ചികിത്സയോ നാട്ടുമരുന്നുകളോ പ്രയോഗിക്കാതെ ഉടൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തേടേണ്ടതും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. കിണർ ജലം മലിനമാകാതെ സൂക്ഷിക്കുകയോ ക്ലോറിനേറ്റ് ചെയ്യുകയോ ചെയ്യുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കൈ നഖം വൃത്തിയായി വെട്ടി സൂക്ഷിക്കുക. മലവിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. വീട്ടുപരിസരത്ത് ചപ്പുചവറുകൾ കുന്നുകൂടാതെ ശ്രദ്ധിക്കുക. ഈച്ച ശല്യം ഒഴിവാക്കുക. കാലിത്തൊഴുത്തുകൾ കഴിവതും വീട്ടിൽ നിന്ന് അകലെ ആയിരിക്കണം. പൊതു ടാപ്പുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക.